എല്ലാവർക്കും നമസ്കാരം. അക്സെപ്റ്റൻസ് ക്രിയേറ്റ്സ് ഹാർമണി ഇൻ ലൈഫ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും സുഖ ദുഃഖങ്ങളുടെ കാരണം. അപ്പോ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് ഇത് പല വിധത്തിലാകാം. ഓരോ മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, അത് ബിസിനസ് ആവാം, പ്രൊഫഷൻ ആവാം, ജോബാവാം, അങ്ങനെ പലവിധ സാഹചര്യങ്ങളുമായിട്ട്, പലവിധ വ്യക്തികളുമായിട്ട് നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ അനുഭവങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് കാരണമാകും. പക്ഷേ നമ്മളുടെ മനസ്സിന്റെ ഒരു ഘടന നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് കാര്യം ചെയ്യുമ്പോഴും, ആരുമായിട്ട് ഇടപെടുമ്പോഴും എപ്പോഴും നമുക്ക് സുഖം കിട്ടുന്ന, അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ നേട്ടം കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് നിരന്തരമായി നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്, അക്സെപ്റ്റൻസ് സ്കിൽ ഉണ്ടാവില്ല. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബാഹ്യലോകവുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ അനുകൂലവും പ്രതികൂലവുമാവാം. എല്ലാ സാഹചര്യത്തെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വാളിറ്റിയാണ്, ആ സ്കില്ലാണ് അക്സെപ്റ്റൻസ് സ്കിൽ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഗുണം? സ്വാഭാവികമായിട്ടും എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് നേട്ടം ഉണ്ടാകണം, അങ്ങനെ ആഗ്രഹിച്ച് ഞാനത് ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലം പ്രതികൂലമാണെങ്കിൽ ഞാൻ ദുഃഖമുണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഞാൻ അസ്വസ്ഥനായി മാറുകയാണ് ചെയ്യുന്നത്. എന്റെ ആന്തരികമായിട്ടുള്ള എന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു, ഞാൻ ദുഃഖിതനാകുന്നു, അസ്വസ്ഥനാകുന്നു. പക്ഷെ മറിച്ച് എല്ലാ സാഹചര്യത്തെയും ഉൾക്കൊള്ളാൻ അങ്ങനെ ഒരു ശേഷി നമുക്കുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും, എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മനസ്സിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ വ്യക്തമായി കാണാനും അതിനുള്ള സൊല്യൂഷൻസ് സ്വയം കണ്ടെത്താനും സാധിക്കും. അതേസമയത്ത് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അതിനോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയും ആന്തരികമായ സംഘർഷത്തിന്റെ തുടക്കം ഇടുകയും ചെയ്താൽ അവിടെ നമുക്ക് മെന്റൽ ക്ലാരിറ്റി ഇല്ലാതെ വരും. മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നും നമുക്കൊരിക്കലും സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അക്സെപ്റ്റൻസ്, ആ സ്കില്ല് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തണം. ശാന്തമായിരിക്കാൻ ശീലിക്കണം, സ്വസ്ഥമായിരിക്കാൻ ശീലിക്കണം. അങ്ങനെ ഒരു ശേഷി നമുക്കുണ്ട്. ആ ശാന്തിയിലും സമാധാനത്തിലും സ്വസ്ഥതയിലും മാത്രമേ സുഖവും സന്തോഷവുമുള്ളൂ, വ്യക്തതയുള്ളൂ. അവിടെയാണ് ആത്മവിശ്വാസ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആത്മവിശ്വാസ അനുഭവമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തി അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. അപ്പോ ഏത് സാഹചര്യത്തിലും ശാന്തമായിരിക്കാൻ നമുക്ക് കഴിയും എന്ന് തിരിച്ചറിയണം. അതൊരു വലിയ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമുക്ക് എന്നുണ്ടാകുന്നു അന്ന് നമ്മൾ അസാധാരണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടും.
സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുഭവപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.